ഒരാളെ ഇൻസൾട്ട് ആക്കുക എന്നുള്ളത് ആളുകളുടെ കാഴ്ചപ്പാട് വളരെ നിസ്സാരാണ്. ശൈത്താൻ അത് വലിയ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്. നമ്മളത് നിസ്സാരമായി കാണുന്നു എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നു. ഗീബത്തിനെ പറ്റി പറഞ്ഞിടത്തും, നമീമത്തിനെ പറ്റി പറഞ്ഞിടത്തും, കിബറിനെ പറ്റി പറഞ്ഞിടത്തും, റിയാഇനെ പറ്റി പറഞ്ഞിടത്തും, ചീത്ത പറയുന്നതിനും ഒക്കെ അത് നിങ്ങൾ പരിഗണിക്കാത്തത് വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അലീം. ഇമാം നബി റളിയല്ലാഹു അൻഹു അതൊക്കെ പാടില്ല, ഹറാമാണ് എന്നുള്ളതിന് മഹാനവറുകൾ ഉദ്ധരിച്ച ആയത്തതാണ്. വതഹ്സബൂനഹു ഹയ്യിന, ചെറുതാക്കി നിങ്ങൾ കാണുന്നു, നിസ്സാരപ്പെടുത്തി കാണുന്നു, ലാഘവത്തോടെ കാണുന്നു. പക്ഷേ വഹുവ ഇൻദല്ലാഹി അലീം, അല്ലാഹുവിന്റെ അടുക്കൽ അത് വളരെ ഗൗരവമേറിയതാണ്, ഭയങ്കരമാണ്. നിങ്ങൾ നിസ്സാരമാക്കി കാണുന്ന കാര്യം, നിസ്സാരമാക്കി ആളുകൾ കാണുന്ന സ്വഭാവങ്ങളില്ലേ, ആ സ്വഭാവങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതാരാണ്? ശൈത്താനാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ ശൈത്താനിന്റെ കൂട്ടാളികളാകരുത്, അവന്റെ എതിരാളികളായി ജീവിക്കണം. ആരൊക്കെയാണ് അവന്റെ എതിരാളികൾ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ശൈത്താൻ ഇബ്ലീസ് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഇബ്ലീസ് ഒരു വയസ്സായ വ്യക്തിയുടെ രൂപത്തിൽ ഒരു വടിയും കുത്തിപ്പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നു. വന്നപ്പോ ചോദിച്ചു, നീ ആരാണ്? ഞാൻ ഇബ്ലീസാണ്. നിങ്ങൾ അടുത്തേക്ക് വരാൻ വേണ്ടി അല്ലാഹു തആല എന്നോട് നിർദ്ദേശിച്ചു. എന്തിന്? എന്നോട് ചോദിക്കാനുള്ളതൊക്കെ തങ്ങൾക്ക് ചോദിക്കാമല്ലോ. മറുപടി ഞാൻ എങ്ങനെ പറയും? ഇബ്ലീസാണോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ നീ വന്നിരിക്കുന്നത്? ആ സമയത്ത് ചോദിച്ചു ഇബ്ലീസേ, കം അഅദാഉക മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് നിന്റെ എതിരാളികൾ എത്രയുണ്ട്? എന്റെ ഉമ്മത്തിൽ നിന്ന് നിന്റെ എതിരാളികൾ, നിന്റെ ശത്രുക്കൾ എത്രയുണ്ട്? ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, 15, 15 എണ്ണമുണ്ട്. 15 എണ്ണമുണ്ട് ഈ ഉമ്മത്തിൽ നിന്നുള്ള എതിരാളികൾ. ആരാണ് ആ ആളുകൾ? ഒന്നാമതായി പറഞ്ഞു, അന്തയാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണ് നബിയെ ഒന്നാമതായും എന്റെ എതിരാളി. നിങ്ങൾ രംഗപ്രവേശനം ചെയ്തതോടെ, ഉദയം ചെയ്തതോടെ എന്റെ കഴിവ് പലതും അല്ലാഹു തആല കുറച്ചില്ലേ? എനിക്കുള്ള സ്വാധീനവും ശക്തിയും അല്ലാഹു തആല കുറച്ചില്ലേ? തങ്ങൾ പിറക്കുന്നതിന്റെ മുമ്പ് ഇബ്ലീസും അവന്റെ കൂട്ടാളികളും ഒന്നാൻ ആകാശത്തേക്ക് കയറി പുറപ്പെട്ട് അവിടുന്നുള്ള പല വിവരങ്ങളും കട്ടുകേട്ട് ജ്യോത്സ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി സ്വാധീനം ചെലുത്തി പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവം ഇബ്ലീസിനും കൂട്ടാളികൾക്കും ഉണ്ടായിരുന്നു. ആകാശ ലോകത്തേക്കുള്ളവന്റെ പ്രവേശനം പൂർണ്ണമായും വിലക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തതോടെ ഇനി ഖിയാമത്ത് നാൾ വരെ മുകളിലേക്ക് പ്രവേശനമില്ല. അന്ന് നേതാവ് ഇബ്ലീസ്, ശൈത്താന്മാരെ നേതാവ് പറഞ്ഞു, മുകൾ ഭാഗത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നമുക്ക് തടയപ്പെട്ടെങ്കിൽ ഈ ഉമ്മത്തിലും നമുക്ക് സ്വാധീനം കുറയും. പലരെയും നമ്മൾ പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ പലരെയും കിട്ടൂല, സ്വാധീനിക്കാൻ നോക്കിയാൽ നമ്മളെ വലയത്തിൽ പലരും വീഴൂല. കാരണം മുൻകാലത്തുള്ള നബിമാരുടെ കാലത്ത് ഒന്നാൻ ആകാശത്തേക്കൊക്കെ പോകാനും മലക്കുകൾ പറയുന്ന വാർത്തകൾ കട്ടുകേൾക്കാനും അതിവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യാനും ഒക്കെ ഒരു സ്വാധീനം നമുക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തതോടെ ആ സ്വാധീനവും ആ കഴിവും അവസാനിച്ചെങ്കിൽ ഇനി അങ്ങോട്ട് കയറി പുറപ്പെട്ടാൽ ചെങ്കോല് വർഷിക്കും. അതല്ലേ നമ്മൾ മൗലിദ് കിതാബിലൊക്കെ ഓതുന്നത്? ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടൊരു ഭാഗമാണത്. റുമിയത്തിശ് ശയാതീനു മിനസ്സമാഇ ബിശ്ശുഹുബിസ് സവാഖിബ്, പിശാചുക്കൾക്ക് അന്ന് ഏറുകിട്ടി. പ്രകാശിക്കുന്ന ചെങ്കോലുകളെ കൊണ്ട് അവരെ ശരീരത്തിന് ഏറുകിട്ടിയപ്പോ അവര് തിരിച്ചു വന്ന് നേതാവിനോട് സങ്കടപ്പെട്ട് കാര്യം പറഞ്ഞു. ആകാശലോകത്ത് നമ്മുടെ സ്വാധീനം പൂർണ്ണമായും നഷ്ടപ്പെട്ടെങ്കിൽ ഭൂമിയിലും നമുക്ക് സ്വാധീനം കുറയുകയാണ്. ഈ ഉമ്മത്തിൽ പലരെയും നമ്മളെ വഴിക്ക് പിടിച്ചാൽ കിട്ടൂല. അവരാണ് പിശാച് എങ്ങനെ കറക്കിയാലും കിട്ടാത്ത ആളുകൾ. അവരാണ് അള്ളാഹുവിന്റെ അടിമകൾ. ആ സ്റ്റേജിലേക്ക് ഉയരാൻ നമ്മുടെ അമലുകളുടെയും ഈമാനെയും നമ്മൾ പാകപ്പെടുത്തണം. അത് ശൈത്താനോട് അല്ലാഹു തആല പറഞ്ഞൊരു വാക്കാണ്. ഇബ്ലീസിനോട്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിമകൾക്ക് അവരെ മേലെ സ്വാധീനം ചെലുത്താൻ, അധികാരം ചെലുത്താൻ നിനക്ക് കഴിയില്ല.
ഒരിക്കലും കഴിയില്ല. എന്റെ അടിമകളായി ഞാൻ കണക്കാക്കുന്ന ആളുകൾ, ഈ പിശാചിന്റെ എതിരാളികൾ എന്ന് പറയുന്ന ഹദീസിൽ പഠിപ്പിക്കുന്ന ആളുകൾ, അവരൊക്കെ അല്ലാഹുവിന്റെ സ്വീകാര്യോഗ്യരായ അടിമകളാണ്. അവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഏറ്റവും ഇബ്ലീസിന് എതിർപ്പ് കണ്ടില്ലേ, ശൈത്താന് എതിർപ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. തങ്ങളെ കൂടെപ്പിറപ്പായി ഓരോരുത്തർക്കും കൂടെയുള്ള ശൈത്താൻ, തങ്ങൾക്കും കൂടെ ഒരു ശൈത്താൻ ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങളെ ശൈത്താൻ അല്ലാഹു തആല മുസ്ലിം ആക്കി കൊടുത്തു. ഇനി അത് ഖൈർ മാത്രമേ പറയുള്ളൂ, ഷർറൊന്നും പറയൂല. ആയിഷ ബീവി റളിയല്ലാഹുവിനോട് പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ ശരീരത്തിൽ പിശാചിന്റെ സ്വാധീനമുണ്ട്, നിങ്ങളുടെ ഒക്കെ കൂടെ ഓരോരുത്തരുടെയും കൂടെ ശൈത്താനിന്റെ ഒരു സ്വാധീനമുണ്ട്. ഒരു ഭാഗത്ത് മലക്കിന്റെ സ്വാധീനം, ഒരു ഭാഗത്ത് ശൈത്താന്റെ സ്വാധീനം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ എല്ലാവരെയും കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ തങ്ങളെ കൂടെ അങ്ങനെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ വലാകിന്നനില്ലാഹു ആനനി അലൈഹി ഫാസ്ലമ ശൈത്താനി, എന്റെ കൂടെ ഉണ്ടായിരുന്ന ശൈത്താൻ മുസ്ലിമായി, അല്ലാഹു എന്നെ സഹായിച്ചു. എന്നാലും അവന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഒരു കറങ്ങിയിട്ട് ഒന്ന് വസ്വാസാക്കാനൊക്കെ ചെറിയ ശ്രമം നടത്തിയിട്ടുണ്ട്. നടക്കൂല, എന്നാലും നടക്കുമോ എന്നൊരു നോട്ടം. അതുകൊണ്ടല്ലേ ഒരു ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ പള്ളിയിൽ നിസ്കരിക്കുമ്പോ ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട നല്ല ശക്തിയുള്ള ഒരു ജിന്ന് എന്റെ മുന്നിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു കളിക്കുക. പലപ്പോഴും അവനിങ്ങനെ ഞാൻ നിസ്കരിക്കുമ്പോ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ തൂണിൽ പിടിച്ച് കെട്ടിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അവന് നേരം വെളുക്കുമ്പോ കാണായിരുന്നു. ഞാൻ അവിടെ ഈ പള്ളിന്റെ തൂണിൽ പിടിച്ചൊന്ന് കെട്ടിയിട്ടാലോ എന്ന് കരുതി. പക്ഷേ ഞാൻ അപ്പോഴേക്ക് എന്റെ സഹോദരനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ആലോചിച്ചു പോയി. ഞാൻ അവനെ വിട്ടുകൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലേ, റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. റബ്ബേ, എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണം. എന്റെ ശേഷം വരുന്ന പലർക്കും യോജിക്കാത്ത രീതിയിൽ നല്ല അധികാരവും കഴിവും എനിക്ക് നീ തരണം. പിശാചുക്കളെ കീഴ്പ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിട്ടല്ലേ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഭരണം നടത്തിയത്. ഏതെല്ലാം തരത്തിലുള്ള ശൈത്താന്മാരാണ് ഉണ്ടായിരുന്നത്. വശയാതീന കുല്ല ബന്നാഇൻ വഗവാസ് വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്. നല്ല നല്ല കെട്ടിടങ്ങൾ പെട്ടെന്ന് പടുത്തുയർത്താൻ പറ്റുന്ന നല്ല കഴിവുള്ള പ്രഗത്ഭന്മാരായ കുറെ ശൈത്താന്മാര്, കടലിന് അടിയിലുള്ള മുത്തുകളൊക്കെ പെട്ടെന്ന് എടുത്തുകൊണ്ടുവരാൻ പറ്റുന്ന മുങ്ങൽ വിദഗ്ധന്മാരായ പിശാചുക്കള്, കൂടുതൽ ഇടങ്ങേറുണ്ടാക്കുന്നവരോ അവര് ചെങ്ങലയിൽ ബന്ധിതസ്ഥരായി കഴിയുകയാണ്. വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്. വേറൊരു കൂട്ടം ശൈത്താന്മാരുണ്ട്, അവരെ കീഴ്പ്പെടുത്തിയത് എങ്ങനെ? ചെങ്ങലയിൽ അവരെ കുരുക്കിട്ട് കിടത്തിയിരിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആ അധികാരത്തില് ഞാനൊന്ന് കൈകടത്തിയത് വേണ്ടാന്ന് കരുതിയിട്ട് ഈ ഫിരീത്തിനെ ഞാൻ വിട്ടുകൊടുത്തു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിമകളായി മാറണം, ശൈത്താനിന്റെ ശത്രുവായി മാറണം, ശൈത്താനിന്റെ എതിരാളിയായി മാറണം, അവന്റെ കൂട്ടാളിയായി മാറരുത്. ശൈത്താനിന്റെ ജൽപ്പനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കണം. അവന് സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് സങ്കടമുള്ള കാര്യങ്ങളാക്കി മാറ്റണം. അവൻ ഏറ്റവും സങ്കടം പെടുത്തുന്ന കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങളാക്കി നിലനിർത്തണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, പിന്നെ ആരാണ് രണ്ടാമത്തെ ആള്? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരി ഭരണം നടത്തുമ്പോ നാട്ടിലെല്ലാ ഭാഗത്തും നീതിയല്ലേ ഉണ്ടാവുക. അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവൻ എന്റെ എതിരാളിയാണ്. മൂന്നാമത്തെ ആള് ഗനിയുൻ മുതവാദിഉൻ, വിനയാനിതനായ പണക്കാരനാണ്. പണമുണ്ട് പക്ഷേ അഹങ്കാരമില്ല.
വിനയാന്വിതനായ സമ്പന്നനാണ്. അവന്റെ പണം ഉപയോഗിച്ച് അവന്റെ കുടുംബത്തിലെ പാവങ്ങളെ ഓരോരുത്തരെയും നല്ല രൂപത്തിൽ അവൻ പോറ്റി വളർത്തുന്നു. അവന്റെ കുടുംബത്തിൽ തന്നെ അനാഥകളുണ്ട്, മിസ്കീന്മാരുണ്ട്, ദരിദ്രന്മാരുണ്ട്, വിധവകളുണ്ട്. അള്ളാഹു നൽകിയ പണത്തിൽ നിന്ന് ഒരു വകുപ്പ് അവർക്ക് കൊടുത്തിട്ട് സ്വന്തം കുടുംബത്തിന്റെ യശസ് കാത്തു സൂക്ഷിച്ച് വിനയത്തോടെ ജീവിക്കുന്ന സമ്പന്നൻ അവൻ ശൈത്താനിന്റെ എതിരാളിയാണ്. അള്ളാഹു നൽകിയ പണം കൊണ്ട് അവന് അഹങ്കാരമില്ല. ഏതെങ്കിലും ഭാഗത്തുള്ള ഹക്കായ മാർഗങ്ങൾ അവൻ തച്ച് തകർക്കുന്നില്ല. അവന്റെ സ്വാധീനം ഉപയോഗിച്ച് അനാവശ്യം നടപ്പിലാക്കുന്നില്ല. വിനയാന്വിതനായ സമ്പന്നൻ. നാലാമതായി പറയുന്നു താജിറുൻ സ്വാദിഖുൻ, സത്യവാനായ കച്ചവടക്കാരനാണ്. സത്യം പറയുന്ന കച്ചവടക്കാരൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ, അവന് വലിയ സ്ഥാനമുണ്ട്. കച്ചവടം ചെയ്യാനല്ലാതെ കച്ചവടത്തിനാണ് എന്ന് പറഞ്ഞ് പണം വാങ്ങി പറ്റിക്കുന്ന ആൾക്കാരെ പറ്റിയല്ല. അങ്ങനെ കുടുങ്ങി എത്രയോ സാധുക്കളുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഞാൻ അവർക്ക് അനുകൂലമായി ദ്വാരക്കാൻ വേണ്ടി പറയല്ല, കുടുങ്ങാതിരിക്കാൻ വേണ്ടി പറയാണ്. എന്തിനാണ് പണം ഇങ്ങനെ മോഹിച്ചിട്ട് 2 ലക്ഷം തന്നാൽ മാസം മാസം ഇത്ര തരാം, കച്ചവടത്തിന്റെ ലാഭമാണെങ്കിൽ അത്ര കറക്റ്റ് എങ്ങനെ വരാൻ പറ്റുന്ന? കച്ചവടം കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ശതമാനം പറയാം, 3% 4% എന്നൊക്കെ പറയാം. എങ്ങനെ എല്ലാ മാസവും 2000 ലാഭം പറയാം? അങ്ങനെ കച്ചവടം ചെയ്തിട്ടില്ലേ പറയല്? എല്ലാ മാസം അത്ര കറക്റ്റ് കിട്ടുമോ? ചില്ലറെങ്കിലും കുറച്ചുണ്ടാവില്ലേ? എല്ലാ മാസവും എങ്ങനെ 10,000 ലാഭം പറയാ? എല്ലാ മാസവും എങ്ങനെ 20,000 ലാഭം പറയാ? അങ്ങനെ ലാഭത്തിന് പറഞ്ഞ് പല ആൾക്കാരും 10 ലക്ഷം 20 ലക്ഷം 40 ലക്ഷം കൊടുത്ത് ഭാര്യന്റെ സ്വർണവും മഹർമാലയും ഉമ്മാന്റെതും ഉമ്മാമാന്റെതും ഉമ്മാമാന്റെ കാതിലുള്ള ചിറ്റടക്കം മുറിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ മാസം മാസം 10,000 കിട്ടി 2-3 വർഷം കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങോട്ട് മൊബൈൽ പിന്നെ അവനവന്റെ അക്കൗണ്ടിലേക്ക് ഒന്നും വരാതെ കണ്ടപ്പോ അന്വേഷണത്തിന് പോയപ്പോഴേക്ക് ആളെ കാണാനില്ല. ആള് ആസ്ട്രേലിയയിലെത്തി, അല്ലെങ്കിൽ ഇറ്റലിയിലെത്തി, അല്ലെങ്കിൽ ഫിജിയിലെത്തി, പെട്ടെന്നൊന്നും എത്താൻ പറ്റാത്ത വലിയ വലിയ ഏതോ പ്രദേശത്തിലെത്തി. ഇനി സ്ട്രോങ് ആയി ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഏകദേശം മരിച്ചു എന്ന് കാണുമ്പോൾ ആളിവിടെ തലപൊക്കും ചെയ്യും. സഹോദരങ്ങളെ, അത് പണ ബിസിനസ്സാണ്. പണം വാങ്ങിയിട്ട് ഇവിടുത്തെ വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കുക, അവിടുന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുക, ഇവിടുന്ന് വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കുക, പണത്തിന് പകരം പണം. അങ്ങനെ ഉണ്ടോ ഒരു കച്ചവടം? ഇസ്ലാം പഠിപ്പിച്ച ലാഭക്കൂറ് കച്ചവടമുണ്ട്. അതിന്റെ ശൈലി ഇതല്ല, രൂപവും ഇതല്ല, ഭാവവും ഇതല്ല. അതിൽ ഉടമസ്ഥനുണ്ട്, തൊഴിലാളിയുണ്ട്. ഉടമസ്ഥൻ തൊഴിലാളിക്ക് വിഹിതത്തിനനുസരിച്ച് കൂലി കൊടുക്കുന്നുണ്ട്, ലാഭത്തിൽ നിന്ന് ശതമാനവും കൊടുക്കുന്നുണ്ട്. അത് ഇസ്ലാം അനുവദിച്ചൊരു ലാഭക്കൂറ് കച്ചവടമുണ്ട്, ഖിറാലാണ്. അതിന്റെ ശൈലിയും രൂപവും ഭാവവും ഇങ്ങനെയല്ല. തെറ്റിദ്ധരിച്ചു പോയിട്ട് ലാഭം മോഹിച്ചിട്ട് ഏതെങ്കിലും ഒന്നിൽ കുടുങ്ങിയിട്ട് നമ്മൾ അവസാനം വഞ്ചിക്കപ്പെട്ടു പോകുന്ന ആളുകളാകരുത്. കച്ചവടക്കാര് സത്യസന്ധരായ കച്ചവടക്കാരാകണം. കട്ടെടുത്തിട്ട് കച്ചവടം ചെയ്യരുത്, കളവ് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യരുത്. സത്യസന്ധമായ രീതിയിൽ കച്ചവടം ചെയ്യണം. താജിറുൻ സ്വാദിഖുൻ, സത്യവാനായ കച്ചവടക്കാരൻ. കച്ചവടക്കാരൻ തോന്നും ചെലവാകണമെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ പറയണമെന്ന്. അതന്നെ സഹോദരങ്ങളെ കദിബ് എന്ന് പറഞ്ഞത്, കളവ് എന്ന് പറഞ്ഞത് അതാണ്. കുറച്ചൊക്കെ ഉസ്താദെ പറയാതെ എങ്ങനെ സാധനം ചെലവാകുക? സത്യത്തിൽ കോഴിക്കോട്ട് ഒരു കമ്പനിയിൽ നിന്നുണ്ടാക്കിയതാണ്. അതിന്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു, മെയ്ഡ് ഇൻ ചൈന. അതെങ്ങനെ സത്യമാകാനാണ്? നിർമ്മാണം ചൈനയിൽ നിന്നല്ല, കോഴിക്കോട്ട് നിന്നാണ്. ഇത് കോഴിക്കോട് നിന്നാ അതിന്റെ പുറത്ത് എഴുതേണ്ടത്, ചൈന എന്നല്ല എഴുതേണ്ടത്. ആ എഴുതിയത് തെറ്റാണ്. ഇത് മുന്തിയ രാഷ്ട്രങ്ങളുടെ പേര് പറഞ്ഞാലേ ചെലവാകൂ. അതിനങ്ങനെ എഴുതി ഒട്ടിക്കുന്നത് ശരിയാണോ? ശരിയല്ല. ബ്രാൻഡ് അല്ലാത്ത സാധനത്തിന് ഒന്ന് എഴുതി ഒട്ടിക്കുക, അത് ബ്രാൻഡ് സാധനമാണ്. അങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കിയാൽ മതി, ആൾക്കാരോട് പറഞ്ഞാൽ മതി സ്റ്റിക്കർ തരാൻ. ഉസ്താദ് ബ്രാൻഡ് സാധന അല്ലെങ്കിൽ കമ്പനി സാധനമാണ്, അതിനൊരു സീല്. ഇവന്റെ കടയിൽ നിന്ന് രാത്രി ഷോപ്പോ കഴിഞ്ഞതിന് ശേഷം ഒറ്റ സീല്. പിറ്റേന്നാകുമ്പോഴേക്ക് ആ 100 രൂപന്റെ സാധനത്തിന് 450 രൂപ. എന്താ 450 രൂപ? ബ്രാൻഡാണ്. ബ്രാൻഡ് എന്ന് പറഞ്ഞതിന്റെ നോണല്ലേ? ബ്രാൻഡ് ഇവന്റെ സീലാ. ബ്രാൻഡ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ബ്രാൻഡ് ഉണ്ട്. എത്രയോ നുണ പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഇബ്ലീസിന്റെ കൂട്ടാളികളാണ്. ഇബ്ലീസിന്റെ എതിരാളി സ്വാദിഖായ താജിർ, താജിറുൻ സ്വാദിഖുൻ, സത്യവാനായ കച്ചവടക്കാരൻ. ഒരു ചെറിയ ഒരു കളവ് പോലും അതിൽ പറയാൻ പാടില്ല.
മറ്റുള്ള ആളുകളെ പറ്റിക്കുന്നൊരു സ്വഭാവം പോലും പാടില്ല. നല്ല കച്ചവടക്കാരനാണോ എന്ത് സ്ഥാനമുണ്ട്, എന്ത് ബർക്കത്തുണ്ട്, കിട്ടുന്നത് കുറച്ചാണെങ്കിലും നല്ല ബർക്കത്തുണ്ടാവും അതിൽ, നല്ല ഖൈർ അല്ലാഹു തആല തരും. കാരണം കച്ചവടം എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല. ഒരു നാട്ടിലൊരു കച്ചവടം എന്നുള്ളത് അതൊരു ഫർള് കിഫയുടെ പരിധിയിൽ വരും. ജനങ്ങൾക്കുള്ളൊരു സേവനം കൂടിയാണ് അത്. പച്ചക്കറി ആണെങ്കിലും മറ്റു സാധനങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആളുകൾക്കൊരു ഖിദ്മ കൂടി ചെയ്യുന്നൊരു വിഷയം അതിലുണ്ട്. പക്ഷെ അത് സിദ്ഖ് കൂടെയാകണം, സത്യം അതാണ് കൂടെ ഉണ്ടാകേണ്ടത്. സത്യം പറയുന്ന കച്ചവടക്കാരനെ ശൈത്താന് കണ്ടുകൂടാ, എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് കളവ് പറയിപ്പിക്കും. പിന്നെ പറയുന്നു അടുത്ത എതിരാളി ആലിമുൻ മുസല്ലിൻ യതഖശഉ. അഞ്ചാമത്തെ എതിരാളി ഉമ്മത്തിൽ നിന്ന് ആലിമാണ്, നിസ്കരിക്കുന്ന ആലിമാണ്. യതഖശഉ, അവൻ ഭക്തനായ ആലിമാണ്. ഭക്തിയോടെ നിസ്കരിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാ ഉസ്താദുമാരോടും എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഒക്കെ പറയട്ടെ, നിസ്കരിക്കുമ്പോ നമ്മളെ കൂടെ തന്നെ ഈ മൊബൈല് അത് സൈലന്റ് ആക്കിയോ വൈബ്രേഷനിലാക്കിയോ കൊണ്ട് നടക്കരുത്. അത് ഭക്തിയൊക്കെ ഒരു ഭാഗത്തൂടെ ചോർന്നു പോകും. കഴിവിന്റെ പരമാവധി ഭക്തി ഉണ്ടാകാൻ ഓഫാക്കണം എന്ന് എഴുതി വെക്കും. ആരും കേൾക്കാത്തൊരു വസിയത്താണത്. എല്ലാ പള്ളിയിലും മൊബൈൽ ഓഫാക്കുക. അപ്പൊ എന്താ ചെയ്യാറിയോ, അവരങ്ങനെ എഴുതി വെച്ചത് അത്രത്തോളം അനുസരിക്കാനാവൂല. കുറച്ചൊക്കെ ശൈത്താനും വേണ്ട നമ്മളനുസരിക്കുക. അതുകൊണ്ടത് സൈലന്റ് ആക്കി വെക്കും. ഇവന് നേരെ സുജൂദിന്റെ മുന്നിൽ മുറ്റത്തന്നെ, അതന്നെ ഒരു ഇടങ്ങേറാണ്. വെച്ചുകൊണ്ട് ലൈറ്റ് മിന്നുന്നു, ശബ്ദമൊന്നുമില്ല, കരകര ശബ്ദമൊന്നുമില്ല. ലൈറ്റ് മിന്നുമ്പോഴേക്ക് ഇവന്റെ മനസ്സ് സൂറത്തുൽ ഫാത്തിഹ നാവുകൊണ്ട് മനസ്സ് മുഴുവനും പടച്ചോനെ ആരാ. ഉച്ചക്ക് വിളിച്ചിരുന്ന ഒരാള്, അയാളാണെങ്കിൽ പോയിട്ടോ കുറച്ച് കാശ് തരാനുള്ള ആളെ ഈ ഫോൺ എടുത്തില്ലെങ്കിൽ സംഗതി പോകും. ഇനി വിളിച്ച് തിരിച്ചു കിട്ടിയില്ലെങ്കിലോ, അതങ്ങനെ പോയി. അത്തഹിയ്യാത്തുൽ മുബാറക്കാത്ത് വരെ പോയി. എത്ര പെട്ടെന്ന് ആ ഖുശൂവോടുകൂടെ നിസ്കരിക്കുന്ന ഒരു ആലിം എന്ന് വെറുതെ പറഞ്ഞതല്ല. ആലിം അങ്ങനെ തന്നെ നിസ്കരിക്കണം. കാരണം ആലിം അതിന്റെ കറാഹത്തും സുന്നത്തും ഖിലാഫുലും ഒക്കെ പഠിച്ച ആളാണ്. ഖുശൂവോടെ ഭക്തിപൂർവ്വം നിസ്കരിക്കുന്ന ആലിമിനെ ശൈത്താനും പേടിയാണ്. വെറുതെ അവൻ എതിരാളിയായി കണ്ടത്. ഭക്തിപൂർവ്വം നിസ്കരിക്കുന്ന ഒരാളെ, നിസ്കാരത്തിന്റെ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് നിസ്കരിക്കുന്ന ഒരാളെ ശൈത്താന് പേടിയാണ്. അവനെ പിന്തിരിപ്പിക്കാൻ തന്നെ ശൈത്താന് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഭക്തിപൂർവ്വം നിസ്കരിക്കണം, നല്ല അറിവോടെ നിസ്കരിക്കണം. അറിവോടെ നിസ്കരിക്കുന്ന ഭക്തിയോടെ നിസ്കരിക്കുന്ന ആളവന്റെ എതിരാളിയാണ്. ആറാമതായി പറഞ്ഞു മുഅ്മിനുൻ നാസിഹുൻ, നസീഹത്ത് നൽകുന്ന മുഅ്മിൻ, ഉപദേശിക്കുന്ന മുഅ്മിൻ. മറ്റുള്ളവർക്ക് ഉപദേശം പകരണം. നമ്മൾ ആരോടും ഒന്നും പറയാൻ പോകണ്ടെന്നാ പലരുടെയും സിദ്ധാന്തം. അത് ശരിയല്ല. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ബാധ്യത അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അതിന് പറ്റുന്ന ആളുകളാണോ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണം. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളാണോ നീ? കൃത്യമായും നിത്യമായും നിസ്കരിക്കുന്ന ആളാണോ? നിന്റെ ചുമതലയിലുള്ള മറ്റൊരു കാര്യമാണ് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക്. നീ 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. മറ്റുള്ളവർക്ക് നീ ഉത്ബോധനം കൊടുക്കണം. നിന്റെ വക ഏതെങ്കിലും ഒരു ഉപദേശം ആർക്കെങ്കിലും ഫലിച്ചാൽ അത് വലിയ ഉപകാരമല്ലേ? നസീഹത്ത് ചെയ്യുന്ന മുഅ്മിനെ പിശാചിന് എപ്പോഴും എതിരാണ്, എതിരാളിയാണ് അവൻ. കാരണം ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ മറ്റാള് നന്നാകുന്നത്, ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ ആ കുടുംബം നന്നാകുന്നത്, ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ ഭാര്യ നന്നാകുന്നത്, ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ മക്കള് നന്നാകുന്നത്. നസീഹത്ത് കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം. ബാപ്പമാരും മക്കളും തമ്മിലുള്ള വലിയൊരു ആത്മബന്ധം അതാണ്, നസീഹത്തിന്റെ ബന്ധമാണ്. എപ്പോഴും അവരെ വിളിച്ച് ബുദ്ധിമുട്ടാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ കൽപ്പിക്കുക എന്നല്ല, സാരവത്തായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മക്കൾ ജീവിതം പകർത്തി മുന്നോട്ട് കൊണ്ടുവരിക. ഓരോന്നും ഇടയ്ക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്ത് ജീവിതത്തിൽ അത് ഫലിപ്പിക്കുക. അത് നല്ല കാര്യമാണ്. പിശാചിന്റെ എതിരാളിയാണ്. ഏഴാമതായിട്ട് മുഅ്മിനുൻ റഹീം, വാത്സല്യമുള്ള മുഅ്മിൻ, മറ്റുള്ളവരോട് കാരുണ്യം ചെയ്യുന്ന മുഅ്മിൻ. സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, സ്വന്തം കുടുംബത്തിലെ പാവങ്ങളെ നോക്കണ്ടേ, അയൽവാസികളായ പാവങ്ങളെ നോക്കണ്ടേ, സമൂഹത്തിലെ പാവങ്ങളെ നോക്കണ്ടേ. ഏതൊരു പാവപ്പെട്ട വ്യക്തിയോടും വാത്സല്യമുള്ള ഹൃദയമുള്ള മുഅ്മിനായ മനുഷ്യൻ അവൻ പിശാചിന്റെ എതിരാളിയാ.
സ്വഹാബത്തിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞൊരു വിശേഷണമല്ലേ റുഹമാഉ ബൈനഹും. സ്വഹാബിമാരാരാണ്? പരസ്പരം വാത്സല്യമുള്ളവരാണ്, പരസ്പര സ്നേഹമുള്ളവരാണ്. മറ്റൊരാൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു എന്ന് പറയുമ്പോ അയാളെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉള്ളവരാണ്. ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളാണെന്ന് കേൾക്കുമ്പോഴേക്ക് എന്റെ വക എന്തെങ്കിലും കൊടുക്കണമെന്ന ചിന്തയില്ലേ, അത് റഹ്മത്തിന്റെ ചിന്തയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ കുറച്ച് ആളുകൾ വന്നു. അവരെ വേഷം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് അലിഞ്ഞുപോയി. പടച്ചോനെ, നേർക്ക് നേരെ ഔറത്ത് മറക്കാൻ മതിയായ വസ്ത്രമില്ലാത്തവരാണല്ലോ പലരും. ചെരുപ്പ് ധരിക്കാനില്ല, ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നാളുകൾ ഏറെയായി. മെലിഞ്ഞൊട്ടിയ ശരീരമാണ്. തങ്ങളെ മുഖം വായിച്ച സ്വഹാബ ഉടനെ തന്നെ അവിടുന്ന് എഴുന്നേറ്റുപോയി. പിന്നെ തങ്ങളെ മുന്നിലെത്തിയത് 2 കൂമ്പാരമാണ്. ഒന്ന് ഭക്ഷണത്തിന്റെ കൂമ്പാരവും മറ്റൊന്ന് വസ്ത്രത്തിന്റെ കൂമ്പാരവുമാണ്. ഇത് രണ്ടും നോക്കിയിട്ട് സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ നല്ലൊരു മാതൃക ആരാണോ സംവിധാനിക്കുന്നത്, ആ ചെയ്യുന്ന ആൾക്ക് അതിന്റെ കൂലിയും, ആരൊക്കെ അതിനനുബന്ധിച്ച് ചെയ്യുന്നോ അവരുടെ കൂലിയും ഒക്കെ ചെയ്ത ആൾക്ക് ലഭിക്കും. തങ്ങൾ അവരെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കെന്നെ സ്വഹാബത്തിന്റെ മനസ്സലിഞ്ഞുപോയി. നിങ്ങളെ മനസ്സിന്റെ വിഷമം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. അവരെ വസ്ത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നത്. പല ഭാഗത്ത് ഓട്ടയായിട്ട് നഗ്നത കാണുന്നുണ്ട്. മുഅ്മിനീങ്ങളാണ് അവര്. പടച്ചോനെ, വസ്ത്രം ധരിക്കാനില്ലാത്തവരായി പോയല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നാളേറെയായി. ഇവരെ ഒന്ന് സഹായിക്കണം. ആ ഒരു റഹ്മത്തിന്റെ ചിന്ത വേണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ആളുകൾക്ക് സ്വന്തം മാത്രം ചിന്ത ഏറി വരികയാണ്. നമ്മളെ കാര്യം, നമ്മളെ മക്കളെ കാര്യം, സ്വന്തം ചേട്ടന്റെയും അനുജന്റെയും സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും കുടുംബതലത്തിലേക്ക് നമ്മൾ ചിന്ത നീട്ടണം. അവരും നമ്മളെ പോലെയുള്ളവർ തന്നെയാണ്. നമ്മുടെ രക്തങ്ങളുടെ വലിയ ബന്ധങ്ങളുടെ ഭാഗമാണ്. അവർക്കും വിശാലമായ റഹ്മത്ത് ചെയ്യണം. അതേ, കുടുംബക്കാർക്ക് മൊത്തത്തിൽ റഹ്മത്ത് ചെയ്യണം. ഒന്നും ഇല്ലാതെ പാവമായി ജീവിച്ച മഹാനല്ലേ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്കൊരു 1000 ദിർഹം കിട്ടിയപ്പോ അതിൽ 500 ദിർഹം ഹാറൂൻ റഷീദിന്റെ വകയുള്ള സംഭാവനയാണ്. 500 ദിർഹം അവിടുത്തെ സൈന്യത്തിന്റെ വകയുള്ള സംഭാവനയുമാണ്. 1000 ദിർഹം എന്റെ കീശയിലിട്ടുകൊണ്ട് ഞാൻ വന്നു മക്കയിലേക്ക്, എന്റെ ഉമ്മാന്റെ അടുത്തേക്ക്. എന്റെ കീശയിലുള്ള പണം കണ്ടപ്പോ ഉമ്മ പറഞ്ഞു, മോനെ, ധാരാളം കാശുണ്ടല്ലോ. ഉണ്ട് ഉമ്മ, ഇത്രയും കാലം എന്നെ പഠിപ്പിച്ചതിന്, അധ്വാനിച്ച് എന്നെ പോറ്റി വളർത്തിയ ഉമ്മാക്ക് വരാൻ വേണ്ടി വന്നതാണ്. ഉമ്മ പറഞ്ഞു, മോനെ, എനിക്ക് വേണ്ട. നമ്മളെ കുടുംബത്തിൽ എത്രയോ പാവങ്ങളുണ്ട്, അവർക്ക് കൊണ്ടുപോയി വിതരണം ചെയ്ത ശേഷം മോനിങ്ങോട്ട് കയറിയാൽ മതി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മ പഠിപ്പിക്കുന്നു വാത്സല്യത്തിന്റെ മനസ്സ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉടനെ പടിയിറങ്ങുന്നു. എന്നിട്ട് കുടുംബക്കാരടുത്ത് പോയിട്ട് ആ 1000 ദിർഹമും ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. സ്വന്തം കുടുംബക്കാർക്ക് കൊടുക്കുന്ന സ്വതക്കയുണ്ടല്ലോ, അതിനേക്കാളേറെ മൂല്യമുള്ള, അള്ളാഹുവിന് ഇഷ്ടമുള്ള സംഭാവന വേറെയില്ല. പുറത്ത് നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൂലിയും കൂടുതൽ മനസ്സ് നന്നാകാനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്നതും സ്വന്തക്കാരെ സഹായിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കൊടുക്കുന്നതാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടണം. വസ്താമിനു, 8ാമത്തത് തായിബുൻ സാബിത്തുൻ അലാ തൗബതിഹി. തൗബ ചെയ്തിട്ടുണ്ട്, ആ തൗബയിൽ അടിയുറച്ച് ജീവിക്കുന്നവനാണ്. തൗബ ചെയ്തു, റബ്ബേ, ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോകൂല, ഇനി ഒരൊറ്റ തെറ്റിലേക്കും പോകൂല, പിന്മാറി. പിന്നെയും അവന്റെ മുന്നിൽ അതാ തെറ്റിന്റെ രൂപങ്ങളും ഭാവങ്ങളും ചാൻസുകളും വരുന്നു. തൗബയിൽ അവൻ അടിയുറച്ച് നിൽക്കുന്നു. റമളാനിൽ തൗബ ചെയ്തിട്ട് ശവ്വാലിന് മാറിയ ആളെ പറ്റിയല്ല, ഹജ്ജിന് പോയിട്ട് അറഫയിൽ തൗബ ചെയ്തിട്ട് നാട്ടിൽ വന്ന് മാറിയ ആളെ പറ്റിയല്ല പറയുന്നത്. ഒരു രോഗം അല്ലാഹു നൽകിയപ്പോ ഉടനെ തൗബ ചെയ്തു, ആ രോഗം കിട്ടിയപ്പോഴേക്കാൾ പഴയ അവസ്ഥയിലായി, അയാളെ പറ്റിയല്ല ഈ പറയുന്നത്.
ജോലിയൊന്നും കിട്ടാതെന്നപ്പോ പഠിച്ച റബ്ബിനോട് തൗബ ചെയ്തു. നല്ല ജോലി അല്ലാഹു കൊടുത്തപ്പോ പിന്നെയും കുറ്റകൃത്യങ്ങളിലേക്ക് പോയി. അയാളെ പറ്റിയുമല്ല പറയുന്നത്. തായിബുൻ സാബിത്തുൻ അലാ തൗബതിഹി, തൗബയിൽ അടിയുറച്ചു നിൽക്കുന്ന തൗബ ചെയ്ത മുഅ്മിനായ മനുഷ്യൻ, അവൻ ശൈത്താന്റെ പിശാചിന്റെ എതിരാളിയാണ്. ഒമ്പതാമത്തെ ആള് മുതവര്രിഉൻ അനിൽ ഹറാം, ഹറാമിൽ നിന്ന് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവനാണ്. സഹോദരങ്ങളെ, അതിന് വലിയ കഴിവ് വേണ്ടയോ? കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ഭക്ഷണമർത്തുന്നതും മെസ്സേജ് അയക്കുന്നതും ചാറ്റിംഗ് നടത്തുന്നതും തുടങ്ങി ഹറാമിന്റെ രൂപഭാവങ്ങൾ പെരുത്ത് പെരുത്ത് വരികയാണ്. സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള കഴിവാണ് നേടിയെടുക്കേണ്ടത്. ആ കഴിവാണ് പിശാചിന് നമ്മളിൽ നിന്ന് ഏറ്റവും വലിയൊരു എതിർപ്പായി കിട്ടുന്നത്. സ്വകാര്യതയാണ്. ആരും കാണാനോ നോക്കാനോ പകർത്താനോ ഇല്ല. ഒരൊറ്റ വീഡിയോയും നമ്മളെ മുന്നിൽ CCTV ആയി പ്രത്യക്ഷപ്പെടുന്നില്ല. എന്നാലും ഹറാമിൽ നിന്ന് സൂക്ഷ്മത പാലിച്ച് മാറി നിൽക്കാൻ കഴിയണം. ഹറാമായ വിധത്തിലുള്ള സമ്പാദ്യം വേണ്ട, ഹറാമായ വിധത്തിലുള്ള സ്വത്ത് വേണ്ട. നിങ്ങളൊരു സ്ഥലം വിറ്റു, സ്ഥലം വിറ്റപ്പോ 15 ലക്ഷം കിട്ടി. 15 ലക്ഷം കയ്യിൽ വെച്ചാ പെട്ടെന്ന് ചെലവായി പോകും. സുബ്ഹാനല്ലാഹ്, പണപ്പെരുപ്പത്തിന് വേണ്ടി പലിശ ഉദ്ദേശിച്ച് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. വലിയ നഷ്ടമല്ലയോ? ലാഭം അതിന് ഉണ്ടാകൂലാന്ന് എന്റെ വകയല്ല, അല്ലാഹുവല്ലേ പഠിപ്പിക്കുന്നത്. യംഹഖുല്ലാഹുർ റിബാ, പലിശക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കൂല. യംഹഖുല്ലാഹുർ റിബാ, പലിശക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കൂല. പലിശയായി കിട്ടുന്ന മുഴുവനത്തിന്റെയും ബർക്കത്ത് അല്ലാഹു മായ്ച്ചു കളയും. വയുർബിസ് സദഖാത്ത്, ദാനധർമ്മങ്ങളെ അല്ലാഹു വളർത്തും, അതിനെ വികസിപ്പിക്കും. ചെറിയ ഒരു ശതമാനം കിട്ടിയാൽ കൊണ്ടുപോയിട്ട് വികസിപ്പിക്കുക പലിശയിലൂടെ. 10-15 മാസം കഴിയുമ്പോ ആയിരക്കണക്കിന് 10,000-കണക്കിന് പലിശ വാങ്ങുക. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാകരുത് നമ്മൾ ഭക്ഷിക്കുന്നതും കുടുംബത്തെ ഭക്ഷിപ്പിക്കുന്നതൊക്കെ. കഴിവിന്റെ പരമാവധി ക്ഷമയോടെ പിടിച്ചു നിന്ന് ജോലി ചെയ്ത് അധ്വാനിച്ച് സുഗമമാം വിധത്തിൽ അധ്വാനിക്കുക. അതിൽ ബർക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഏതെല്ലാം നല്ല മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിലൊക്കെ സമ്പത്ത് വിനിയോഗിക്കുക, ശേഖരിക്കുക. നല്ല മാർഗങ്ങളെക്കാൾ കൂടുതലുള്ളത് ഹറാമിന്റെ മാർഗങ്ങളാണ്. പണപ്പെരുപ്പുണ്ടാക്കുന്നതിന് കൂടുതൽ അങ്ങനെയാണ്. അത് ഓരോ ഐറ്റംസ് ആണ് ഓരോ മാസം കൂടുമ്പോൾ വരുന്നത്. ആളുകളൊക്കെ ചോദിക്കുന്നു, ചോദ്യം അവസാനം എത്തിച്ചേരുന്നതൊക്കെ ഒരേ വിഷയത്തിലേക്ക്, റിബ, പലിശ. മുഖങ്ങൾ മാറുകയാണ്, ഐറ്റംസുകൾ മാറുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വീട് പലിശ കൊടുക്കുക, വാഹനം പലിശ കൊടുക്കുക, അല്ലേ? പിന്നെന്തൊക്കെ പലിശ കൊടുക്കുന്നത്? ആഭരണങ്ങൾ പലിശ കൊടുക്കുക, ഇങ്ങനെ ഉപകരണങ്ങൾ എന്തെല്ലാമോ കൊടുക്കുന്നു. വാഹനങ്ങൾ കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ലാഭം സ്വീകരിക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹറാമിൽ നിന്ന് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എന്തൊരു സൂക്ഷ്മതയാണെന്നറിയോ? മഹാന്മാരെ സൂക്ഷ്മത, മഹതിമാരെ സൂക്ഷ്മത കാണരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷ്മതയുടെ രൂപത്തിൽ ഒരു വാക്ക് പറഞ്ഞു സൗദാ ബീവി റളിയല്ലാഹു അൻഹയോട്. ചെറിയൊരു സംഭവം പറയട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ചത്. സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് അബ്ദു. സൗദാ ബീവിന്റെ ബാപ്പയുടെ പേരാണ് സംഅത്ത്. ഈ സംഅത്തിന് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീക്ക് ഒരു കുട്ടി ജനിച്ചു. കുട്ടി ജനിച്ചതിനെ പറ്റി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ സഹോദരൻ ഉത്ബ, അയാൾ വിശ്വാസിയായിട്ടില്ല. ഉത്ബ മരിക്കുന്നതിന് മുമ്പ് സഅദ് ബിൻ അബി വഖാസ് തങ്ങളോട് മദീനയിൽ വെച്ച് പറഞ്ഞിരുന്നു, മക്കത്ത് പോയാല് അവിടെ സംഅത്തിന്റെ അടിമ സ്ത്രീക്ക് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ സ്വീകരിക്കണം, ആ കുട്ടി എന്റേതാണ്, ഞാൻ അവിഹിത മാർഗത്തിലൂടെ ബന്ധപ്പെട്ടുണ്ടായ കുട്ടിയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിനോട് പറയുന്ന, അടിമയുടെ കുട്ടി എന്റേതാണ്, നീ അത് സ്വീകരിക്കണം. സഅദ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി മക്കത്ത് വന്നപ്പോ സൗദാ ബീവിന്റെ സഹോദരൻ അബ്ദുവിനെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ ഒരു അടിമ സ്ത്രീ ഉണ്ടോ? ഉണ്ട്. ആ അടിമ സ്ത്രീക്ക് ഇപ്പൊ അടുത്ത് കുട്ടി ഉണ്ടായോ? ആ കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയെ എനിക്ക് തരണം, അതെന്റെ സഹോദരന്റെ കുട്ടിയാണ്. അപ്പൊ അബ്ദു പറഞ്ഞു, അതെന്റെ വാപ്പാന്റെ അടിമ സ്ത്രീയാണ്.
ബാപ്പാന്റെ അടിമ സ്ത്രീക്ക് കുട്ടി ഉണ്ടായാൽ അതെന്റെ സഹോദരനാണ്, ബാപ്പാന്റെ കുട്ടിയായിട്ടാണ് കൂട്ടുക. അതല്ല, അതെന്റെ സഹോദരൻ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സഹോദരൻ നേരത്തെ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുക, ആ കുട്ടിയെ നീ സ്വീകരിക്കണം. രണ്ടുപേരും തർക്കത്തിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അൽ വലദു ലിൽ ഫിറാഷ്, കുട്ടിന്റെ അധികാരം സയ്യിദിനാണ്. അതുകൊണ്ട് അബ്ദുവിനോട് പറഞ്ഞു, അബ്ദു നിന്റെ ബാപ്പയുടെ അടിമക്ക് ജനിച്ച കുട്ടിയാണ്, കുട്ടിയെ നീ വളർത്തിക്കൊള്ളും നിന്റെ സഹോദരനായിട്ട്, കുഴപ്പമില്ല. ഈ കുട്ടി വേശ്യാവൃത്തിയിൽ ഉണ്ടായതാണെന്നോ അപ്പുറത്ത് പറയുന്നത്? വേശ്യാവൃത്തി ചെയ്ത ആൾക്ക് കൊടുക്കേണ്ടത് വലിൽ ആഹിരി അൽ ഹജറു, വേശ്യാവൃത്തി ചെയ്ത ആൾക്ക് കല്ലാണ് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ കല്ലോണ്ട് എറിഞ്ഞിട്ട് കൊല്ലണം അയാളെ, അത് മരിച്ചുപോയി, അതാ കൊടുക്കേണ്ടത്. പക്ഷെ ആ കുട്ടിന്റെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോ ഉത്ബയുടെ ഒരു സാദൃശ്യത കണ്ടു. ആ മുഖത്ത് മുഖച്ഛായ അങ്ങനെ കണ്ടപ്പോ, അങ്ങനല്ലേ മുഖം നോക്കിയാൽ ചിലർ പറയും അപ്പാനെ പോലെ ഉണ്ട്, ഉമ്മാനെ പോലെ ഉണ്ട് എന്ന് പറയല്ലോ. മോഡൽ കണ്ടപ്പോ ഉത്ബയുടെ ഒരു മോഡൽ, ഈ മോഡൽ കണ്ടപ്പോ തത്വത്തിൽ നിയമത്തിൽ ഇത് സൗദാ ബീവിന്റെ സഹോദരനായിട്ട് ഗണിക്കപ്പെടും. ഈ ഒരു മുഖസാദൃശ്യത കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൗദാ ഒരിക്കലും ഈ കുട്ടിയെ നീ കണ്ടുകൂടാ. ഇഹ്തജിബി മിൻഹു യാ സൗദാ, ഈ കുട്ടിയിൽ നിന്ന് നീ മറഞ്ഞു നിൽക്കൂ സൗദാ. സൗദാ ബീവി റളിയല്ലാഹു അൻഹയോടത് പറഞ്ഞപ്പോ സൗദാ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, മരിക്കുന്നത് വരെ ഒരിക്കൽ പോലും സൗദാ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെ കണ്ടിട്ടില്ല. എന്തേ കാരണം സഹോദരന്മാരെ? എന്തേ കാണാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് മുഖച്ഛായ കണ്ടപ്പോ, റുത്തുബയുടെ സാദൃശ്യത കണ്ടപ്പോഴാണ് സൗദാ ബീവി റളിയല്ലാഹു അൻഹയോട് ഇങ്ങനെ പറഞ്ഞത്. സൗദാ ബീവി റളിയല്ലാഹു അൻഹ ആ ഒരു സൂക്ഷ്മതയിലായിട്ട് അങ്ങനെ ജീവിച്ചു. ഒരിക്കൽ പോലും ആ കുട്ടിയെ കാണാതെ ജീവിച്ചു. അതാണ് ശരിയായ നിലക്കുള്ള സൂക്ഷ്മത, അതാണ് ശരിയായ നിലക്കുള്ള സൂക്ഷ്മത. ഹറാമിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കുന്നവൻ അവൻ പിശാചിന്റെ എതിരാളിയാണ്. 9ാമത്തെ ആള് മുഅ്മിനുൻ യുദാവിമു അല ത്വഹാറ, ത്വഹാറത്ത് പതിവാക്കി നടക്കുന്ന മുഅ്മിൻ. ഉളു മുറിഞ്ഞാ പിന്നെ ഉളു കൊടുക്കുക, ഒരു മുളു മുറിയുമ്പോൾ പിന്നെ ഉളു കൊടുക്കുക. നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല, ദാഇമുൽ ഉളു, ഉളു നിത്യമാക്കി നടക്കുന്ന മനുഷ്യൻ അവന് ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുന്നതാണ്. രാത്രി തന്നെ നോക്ക്, നിങ്ങൾ കിടക്കുമ്പോൾ ഒരു ഉളു എടുത്ത് കിടക്കുന്ന ആൾക്ക് എന്തൊരു മഹത്വമുണ്ട്. ആ കിടത്തത്തിൽ, ആ ഉറക്കത്തിലാണ് ആൾ മരിക്കുന്നെങ്കിൽ തന്നെ ഈമാനോടെ മരിക്കാൻ പറ്റുന്ന നല്ല റാഹത്തോടെ. കിടക്കുമ്പോൾ ബ്രഷ് ചെയ്താൽ മാത്രം പോരാ, ഉളു എടുക്കണം. ബ്രഷൊക്കെ ചെയ്ത് ഉളു എടുത്തുകൊണ്ടുള്ള ഉറക്കം. എപ്പോഴും ഉളു ഇങ്ങനെ ദായിമാക്കി നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശൈലിയാണ്. അവിടുന്ന് എപ്പോഴും ത്വഹാറത്ത് ദായിമായി സ്വീകരിക്കുന്നവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴെങ്കിലും ഒന്ന് തങ്ങളൊന്ന് മലമൂത്ര വിസർജനം നടത്തുമ്പോഴേക്ക് സ്വഹാബത്തിനോട് വെള്ളം കൊണ്ടുവരാൻ പറയും. അപ്പോൾ തന്നെ ഉളു എടുക്കും. നിസ്കാരത്തിന് ടൈമൊന്നും ആയിട്ടുണ്ടാവില്ല. എപ്പോഴും ഉളു സൂക്ഷിച്ച് നടക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. ഉളു മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കേണ്ടി വരും. ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് ഉളു മുറിയുന്നാണെങ്കിൽ കുറച്ച് അകറ്റി നിർത്തേണ്ടി വരും ചെയ്യും. ഉളു മാത്രം എടുത്തിട്ട് കാര്യം ഉണ്ടാകൂല, അതുകൂടി ശ്രദ്ധിക്കേണ്ടി വരും കൂട്ടത്തില്. അപ്പൊ ദായിമുൽ ഉളു ആയ മനുഷ്യൻ മുഅ്മിൻ, അവൻ പിശാചിന്റെ ശത്രുവാണ്. 11ാമത്തെ ആള് മുഅ്മിനുൻ കസീറു സ്വദഖ, സ്വദഖ ധാരാളം ചെയ്യുന്ന മുഅ്മിൻ. അവനോടും പിശാചിന് വലിയ ശത്രുതയാണ്. പൊതുവെ പിശാചിന് ഇഷ്ടമെന്താണ്? സ്വദഖ കൊടുക്കരുത് എന്നാണ് പിശാച് കൽപ്പിക്കുന്നത്. കൊടുത്താൽ പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെയല്ലേ പിശാച് ജൽപ്പിക്കുന്നത്? കൊടുക്കണ്ട. നമ്മളെ സമ്പത്തില് അങ്ങനെ ഒരു സ്വാധീനം പിശാചിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. വശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും സന്താനങ്ങളിലും ജനങ്ങളോട് നിങ്ങൾ കൂറുചേരണം, പങ്കുചേരണം. ശൈത്താന് അല്ലാഹു തആല കൊടുത്ത നിർദ്ദേശമാണ്. അപ്പൊ സമ്പത്ത് നല്ല വഴിക്ക് കൊടുക്കാൻ നോക്കുമ്പോ കൊടുക്കണ്ട, കൊടുത്താൽ പെട്ടെന്ന് തീർന്നു പോകുമെന്നവൻ പറയും. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലയോ ധാരാളം കൊടുക്കാനാണ് നിർദ്ദേശിക്കുന്നത്. കൊടുക്കുന്നതിന് പകരം തരുമെന്നും അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വമാ അൻഫഖതും മിൻ ഖൈരിൻ ഫഹുവ യുഖ്ലിഫു വഹുവ
ഖൈറുർ റാസിഖീൻ. എന്ത് നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അല്ലാഹു അതിന് പകരം തരും. ഏറ്റവും നല്ല അർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. കൊടുക്കാനുള്ള കഴിവും വലിയൊരു കഴിവാണ്. അതേ, ശൈത്താന് വാഗ്ദത്തം ചെയ്യുന്നത് കൊടുക്കണ്ട, പെട്ടെന്ന് തീർന്നു പോകും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. പല ആവശ്യങ്ങളും ഉള്ളേ ഇല്ലേ എന്ന് നമ്മളോട് ചോദിപ്പിക്കുന്നു. ധാരാളം സ്വതക്ക ചെയ്യാൻ കഴിയുന്ന മുഅ്മിൻ അവൻ പിശാചിന്റെ എതിരാളിയാണ്. പിന്നെ പറയുന്നു വത്താനി അശറ മുഅ്മിനുൻ ഹസനുൽ ഖുലുഖി, സൽ സ്വഭാവിയായ മുഅ്മിൻ, നല്ല സ്വഭാവത്തോടെ നല്ല പെരുമാറ്റത്തോടെ ജീവിക്കുന്ന മുഅ്മിൻ. മുഅ്മിനീങ്ങളെ നല്ല സ്വഭാവം എന്ന് പറയുന്നത് പ്രധാനമായും ഒരുപാട് കാര്യങ്ങൾ അതിൽ ചേരേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മഹാന്മാരത് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും നല്ല സ്വഭാവമുള്ള മുഅ്മിനായ മനുഷ്യന് 3 കാര്യം വേണം. ഒന്ന് ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കണം. വഅ്മുർ ബിൽ ഉർഫി, നന്മ കൽപ്പിക്കണം. വഅരിൽ അനിൽ ജാഹിലീൻ, വിവരദോഷികൾ വല്ലതും പറഞ്ഞാൽ അത് മാറിക്കളയണം, അത് മൈൻഡാക്കാതെ ജീവിക്കണം, സ്വബർ ചെയ്ത് ജീവിക്കണം. വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവ് ഏറ്റവും നല്ല സ്വഭാവമാണ്. സ്വന്തത്തിലും കുടുംബത്തിലും അയൽക്കാരിലും നാട്ടുകാരിലും കൂട്ടുകാരിലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക. സൽ സ്വഭാവിയായ മുഅ്മിൻ അവൻ പിശാചിന്റെ എതിരാളിയാണ്. അതേ, 13ാമത്തെ ആള് മുഅ്മിനുൻ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് പരോപകാരം ചെയ്ത് ജീവിക്കുന്ന മുഅ്മിൻ. സ്വഹാബിമാരുടെ വിശേഷണങ്ങളല്ലേ ഈ സൂചിപ്പിച്ചതൊക്കെ. അവരുടെ സ്വഭാവം എത്ര നല്ല സ്വഭാവമാണ്, അവരുടെ ഉപകാരം എത്ര നല്ല ഉപകാരമാണ്. പാതിരാത്രിയിൽ പാവങ്ങളുടെ വീട് നോക്കിയിട്ട് ആ വീട്ടുകാരിലേക്ക് സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുത്തിരുന്ന വലിയ മഹാനുഭാവനല്ലേ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അലി ഇബ്നുൽ ഹുസൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, കർബലയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സാമൂഹ്യ രംഗത്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിരുന്ന വലിയൊരു മഹാനാണ്. മരണപ്പെട്ടപ്പോഴാണ് എത്രയാണ് അതിന്റെ കട്ടിയും കനവും എന്നറിഞ്ഞത്. മരിച്ചു കഴിഞ്ഞിട്ട് ജനാസ കുളിപ്പിക്കുമ്പോ തോളിന്റെ 2 ഭാഗത്തും ചുമലിന്റെ 2 ഭാഗത്തും കറുത്ത 2 അടയാളങ്ങൾ കാണുന്നു. ജനങ്ങൾ ചോദിക്കുന്നു, എന്താണ് ഈ കറുത്ത അടയാളം? അപ്പോഴാണ് അനുഭവിച്ച ആളുകൾ പറയുന്നത്, മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ രാത്രി ഉറങ്ങുമ്പോ ഞങ്ങളെ വീട്ടിലേക്ക് കൊട്ടയിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചിരുന്നതിന്റെ അടയാളമാണ് വലതുഭാഗത്തും ഇടതുഭാഗത്തും കാണുന്ന കറുപ്പ്. സുബ്ഹാനല്ലാഹ്, അവര് സയ്യിദന്മാരായാൽ തന്നെ എത്ര ദറജയാണ്. അതിനു പുറമേ പാവങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയ ഉപകാരങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്നു. മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരം ചെയ്യുക. 14ാമത്തെ അടയാളം, 14ാമത്തെ ശത്രു ഹാമിലുൽ ഖുർആനി യുദീമു ഖിറാഅതഹു, ഖുർആൻ വാഹകനാണ്, പതിവായി ഖുർആൻ ഓതുന്നു. എന്നും ഖുർആൻ ഓതുക, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഖുർആൻ ഓതുക. ഖുർആൻ ഓതാത്ത ഒരു ദിവസമില്ല, ഖുർആൻ ഓതാത്ത ഒരു സമയമില്ല. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഖുർആൻ ഓതും. ഖുർആനെ കാണാതെ പഠിച്ചു, സർട്ടിഫിക്കറ്റ് മാത്രം വാങ്ങിയെന്നല്ല. ഹാമിലുൽ ഖുർആൻ യുദീമു ഖിറാഅതഹു, ദായിമായി ഖുർആൻ ഓതുന്ന ഹാമിലുൽ ഖുർആൻ അവൻ പിശാചിന്റെ ശത്രുവാണ്. അവനെ കീഴ്പ്പെടുത്താനും സ്വാധീനിക്കാനും പിശാചിന് വലിയ പ്രയാസമാണ്. 15ാമത്തെ ആള് ഖായിമും ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്. സഹോദരങ്ങളെ, നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ, കഴിയാത്തതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഈ 15 ആളുകളും ഈ ഉമ്മത്തിൽ നിന്ന് എന്റെ ശത്രുക്കളാണെന്ന് ശൈത്താൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ അവന്റെ പ്രിയക്കാരായിട്ട് നമ്മൾ മാറരുത്.
അവന്റെ എതിരാളികളായിട്ടുള്ള നല്ല നല്ല സ്വഭാവങ്ങൾ വെച്ച് പുലർത്തണം. അവസാനം പറഞ്ഞത് കണ്ടില്ലേ, ഖുർആനോത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ നോക്കുമ്പോ, കുടുംബങ്ങൾ നോക്കുമ്പോ ഖുർആനോത്ത് കുറയുകയാണ്. ഉമ്മമാരെ, ഉപ്പമാരെ, രാവിലെ എഴുന്നേറ്റൊരു ഖുർആൻ കയ്യിൽ പിടിച്ച് ഖുർആൻ ഓതുകയും മക്കളെ എല്ലാവരെയും നേരത്തെ തന്നെ എഴുന്നേൽപ്പിച്ച് സുബ്ഹി നിസ്കാരത്തിന്റെ ഉടനെ ഖുർആനോത്ത് ശീലിപ്പിക്കുകയും ചെയ്യണം. പഴയ കാലങ്ങളുടെ വീടുകളിൽ എന്തൊരു അന്തരീക്ഷമാണ്. ഇന്നുള്ള വീടുകളൊക്കെ സൗകര്യങ്ങൾ ഏറെയുണ്ട്. 10-10, 10-15, 10-12 വിസ്തൃതിയിലുള്ള വിശാലതയുള്ള റൂമുകളുണ്ട്. പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്നവർക്കോ മനസ്സിന് വലിയ ഇടങ്ങേറാണ്, ശരീരങ്ങൾക്ക് വലിയ ദുർബലതയാണ്, സന്തോഷവും സമാധാനവും കുറവാണ്. കാരണം വീടിലെ സമാധാനം അതിന്റെ ടെറസ് നോക്കിയിട്ടല്ല, വീട്ടിലെ സന്തോഷം റൂമിന്റെ വിശാലത നോക്കിയിട്ടല്ല, ഉപകരണങ്ങളുടെ എണ്ണം നോക്കിയിട്ടല്ല, ഭക്ഷ്യവസ്തുക്കളുടെ ബാഹുല്യം നോക്കിയിട്ടല്ല. വീടിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഖുർആൻ പാരായണമാണ്. അതുകൊണ്ട് നന്നായി വീടുകളിൽ ഖുർആനോത്ത് അധികരിപ്പിക്കണം. പിശാചിന്റെ സ്വാധീനം വീടുകളിൽ കുറക്കണം, വ്യക്തിപരമായ ജീവിതത്തിൽ കുറക്കണം. അതിനാ നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി മഹബ്ബത്ത് വെക്കണം. ആ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർത്തി തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുധാവനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്വീകരിക്കുകയും ഏലിക്കുകയും നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും അത് പകർന്നു കൊടുക്കുകയും ചെയ്യണം. മഹാന്മാരായ ആളുകൾ എന്തിനും ഏതിനും അവർ പറഞ്ഞിരുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വാഹനത്തിലെ മിനയിൽ നിന്ന് അറഫയിലേക്കും അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കും പോകാൻ പറ്റുമോ? നടന്നുകൊണ്ട് തവാഫ് ചെയ്യാൻ പറ്റുമോ? വാഹനത്തിൽ തവാഫ് ചെയ്യാൻ പറ്റുമോ? തവാഫ് കഴിഞ്ഞിട്ട് നിസ്കരിക്കേണ്ടതുണ്ടോ? നിസ്കാരം കഴിഞ്ഞിട്ട് സായി ചെയ്യാൻ ഉടനെ തന്നെ പ്രവേശിക്കേണ്ടതുണ്ടോ? എല്ലാറ്റിനും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുന്നത് ഒറ്റ ആയത്താണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എന്തിലും അല്ലാഹുവിന്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട്. ആ മാതൃകകൾ സ്വായത്തമാക്കി നമ്മുടെ ജീവിതവും സംസ്കാരങ്ങളും സ്വഭാവങ്ങളും നന്നാക്കുക. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് വരണം. ബറക്കത്തിന് വേണ്ടി ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ വലിയ റഹ്മത്ത് ചെയ്യുന്നവനാണ്, വലിയ കാരുണ്യം ചെയ്യുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തില്ലാതെ, അവന്റെ ഫളിലില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ ഫളിലും ഇല്ലെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ നിന്ന് ഒരാളുടെയും ഖൽബും ഒരിക്കലും പരിശുദ്ധിയിലേക്ക് ഉയരുകയില്ല. അല്ലാഹു തആല നമുക്ക് നൽകുന്ന റഹ്മത്ത്, അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഔദാര്യം, അല്ലാഹു നമുക്ക് നൽകുന്ന വിട്ടുവീഴ്ച എല്ലാം ഒന്ന് ഇടക്കിടക്ക് ആലോചിക്കുന്നത് നല്ലതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത്. അസാൻമാർഗിക രംഗങ്ങൾ ലോകത്ത് പൊടിപിടിക്കുമ്പോ എല്ലാ മഹല്ലത്തുകളിലും മയക്കുമരുന്നിന്റെയും മദ്യപാനത്തിന്റെയും ചൂഷണത്തിന്റെയും ആളുകൾ വർദ്ധിക്കുമ്പോ ഇപ്പോഴും ഇബാദത്തിന് മുടക്കമില്ലാതെ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ്. മുൻഗാമികളിൽപ്പെട്ട ചില ആളുകൾ അവിവേകം ചെയ്തത് മൂലം വലിയ അദാബ് ഇറക്കിയിട്ട് അല്ലാഹു അവരൊക്കെ നശിപ്പിച്ചെങ്കിൽ അതിന്റെ സന്ദർഭം നോക്കുകയാണെങ്കിൽ എത്രയോ നമ്മുടെ സമൂഹത്തിൽ അത് ആവർത്തിക്കണം.
പക്ഷേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലേ, മുൻഗാമികളായ ആളുകളെ ഒറ്റയടിക്ക് അദാബർക്കി നശിപ്പിച്ചതുപോലെ എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കല്ല അല്ലാ. ആ ഒരൊറ്റ റഹ്മത്തിന്റെ തേട്ടം കൊണ്ട്, അല്ലാഹു നൽകുന്ന വിശാലമായ റഹ്മത്ത് കൊണ്ട് ഇത്യാദി അനാവശ്യങ്ങളും അനാചാരങ്ങളും വ്യാപിച്ചിട്ടും ഇബാദത്തിന് സൗകര്യം കുറയാതെ, സൗന്ദര്യം പോകാതെ നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ ആരുടെയും അന്തസ് കൊണ്ടല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി ഖൽബ് നന്നാക്കി അല്ലാഹുവിലേക്ക് അടുക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.